ഔഷധ സസ്യങ്ങളുടെ അദ്ഭുത കലവറ ഹെബ്സ് ഓഫ് ഹജ ദർവേഷിലേക്ക് സ്വാഗതം. അധികം പരിചരണമോ ശ്രദ്ധയോ ആവശ്യമില്ലാതെ വീട്ടിൽ വളർത്താൻ സാധിക്കുന്ന ഔഷധ സസ്യമാണ് അയ്യപ്പന. നാഗവെറ്റില, ശിവമൂലി, അയ്യപ്പാന, വിഷപ്പച്ച, ചുവന്ന കയ്യൂന്നി, മൃതസഞ്ജീവനി എന്നെല്ലാം പേരുകളിൽ അറിയപ്പെടുന്നു. അയപാന ട്രിപ്പിലെ നെർവിസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ സസ്യം ആസ്റ്ററേസി കുടുംബത്തിലെ ഒരു ഉഷ്ണമേഖല അമേരിക്കൻ കുറ്റിച്ചെടിയാണ്. പരമ്പരാഗത വൈദ്യശാസ്ത്രത്തിൽ പലപ്പോഴും ഉപയോഗിക്കുന്ന നീളമുള്ള നേർത്ത ഇലകളാണ് ഈ ചെടിക്കുള്ളത്. പൂക്കൾ ഇളം പിങ്ക് നിറത്തിലും നേർത്ത രോമമില്ലാത്ത തണ്ടിന് ചുവപ്പ് നിറവുമാണുള്ളത്. ചെറിയ രീതിയിൽ എരിവും കയ്പും ചേർന്നതാണ് ഇലയുടെ രുചി. അജപർണ, വിശല്യകർണി എന്നെല്ലാമാണ് സംസ്കൃത നാമങ്ങൾ. പുറമേയുള്ള മുറിവുകൾ, കാലപ്പഴക്കമുള്ള മുറിവുകൾ, പ്രമേഹ രോഗികളുടെ ഉണങ്ങാൻ താമസിക്കുന്ന മുറിവുകൾ എന്നിവയ്ക്കെല്ലാം 3 ഇലകൾ കൈവെള്ളയിൽ നിരടി നീര് ഇറ്റിക്കുകയും അതിനോടൊപ്പം തന്നെ 3 ഇലകൾ ചതച്ച് തുണിയിൽ വെച്ച് മുറിവിൽ കെട്ടുകയും ചെയ്താൽ പെട്ടെന്ന് തന്നെ മുറിവ് കൂടിച്ചേരുകയും അണുവിമുക്തമാവുകയും ചെയ്യും. മരുന്നിന് വേണ്ടിയും നമ്മുടെ സുരക്ഷിതത്വത്തിന് വേണ്ടിയും വീട്ടിൽ നട്ടുവളർത്താൻ പറ്റിയ ഒരു ചെടിയാണ് അയ്യപ്പന. ഈ ചെടി നിൽക്കുന്നിടത്ത് പാമ്പുകൾ വരില്ല. ആദിവാസികൾ എന്ത് രോഗം വന്നാലും അതിന് മരുന്നായി ഉപയോഗിക്കുന്നത് ഈ ചെടിയെയാണ്. മൂലക്കുരുവിന് ഫലപ്രദമായ ഒരു ഒറ്റമൂലിയാണ് ഈ സസ്യം. കൂടാതെ എല്ലാത്തരം ബാഹ്യ രക്തസ്രാവത്തിനും, പൈൽസ്, മുറിവുകൾ മുതലായവ മൂലമുള്ള രക്തസ്രാവം, പ്രാണികളുടെ കടി മൂലമുള്ള വിഷം, മുറിവുകൾ സുഖപ്പെടുത്തൽ, ശുദ്ധീകരണ മരുന്നായെല്ലാം ഉപയോഗിക്കുന്നു. രക്തത്തെ വിഷവിമുക്തമാക്കുന്നു, വിയർപ്പ് പ്രോത്സാഹിപ്പിക്കുന്നു, പനി, കോളിക്, വയറുവേദന, നീർവീക്കം എന്നിവ സുഖപ്പെടുത്തുന്നു. ഗ്യാസ്ട്രിക്, ഡുവോഡിനൽ അൾസർ, ക്രോൺസ് രോഗം, IBS, മൂലക്കുരു, ഗുദ, ഫിസ്റ്റുല, അസൈറ്റുകൾ, മലേറിയ, പനി മുതലായവയ്ക്കും, എപ്പിസ്റ്റാറ്റിക്സ്, ഹൃദയവൈകല്യം, രക്തസ്രാവം, അൾസർ, ചൊറി, മഞ്ഞപ്പനി, വീക്കം എന്നിവയ്ക്കെല്ലാം ഈ സസ്യം ഔഷധമായി ഉപയോഗിക്കുന്നു. മനുഷ്യ ശരീരത്തിൽ വിഷവിമുക്തമാക്കുന്ന അഥവാ അമഫലമാണ് ഇതിനുള്ളത്. ഇത് കരളിൻ്റെ പ്രവർത്തനം സുഗമമാക്കാൻ സഹായിക്കുന്നു. നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും ശുദ്ധീകരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. ഇത് കോശങ്ങളെയും കലകളെയും പുനരുജ്ജീവിപ്പിക്കാൻ സഹായിക്കുന്നു. ആയുർദൈർഘ്യവും ചൈതന്യവും വർദ്ധിപ്പിക്കാനുള്ള കഴിവ്, മുറിവുകൾ സുഖപ്പെടുത്തുവാനും അൾസർ തടയാനുമുള്ള കഴിവ്, ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും രക്തസ്രാവം തടയാൻ സഹായിക്കുന്നു. കുടൽ വൃത്തിയാകുന്നതിലൂടെ വൻകുടൽ പുണ്ണ്, കുടലിലെ വീക്കം എന്നിവ തടയാൻ സഹായിക്കുന്നു. കുടലുകളെ ശുദ്ധീകരിക്കുന്നത് ആരോഗ്യകരവും വെളുത്തതുമായ ചർമ്മാവസ്ഥയ്ക്ക് കാരണമാകുകയും ആസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, വയറുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. പനി, ചുമ, ജലദോഷം എന്നിവ നിയന്ത്രിക്കാൻ കഴിയുന്ന ഗുണങ്ങൾ അയ്യപ്പന ഇലകൾക്കുണ്ട്. ഇലകളിൽ നിന്നുള്ള പുതിയ നീര് മോണവീക്കം, സ്റ്റോമാറ്റിറ്റിസ് തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകും. ഇലയുടെ നീര് പ്രാണികളുടെ കടിയേറ്റാലും, മുറിവുകളിലായാലും, ആന്തരിക ബാഹ്യ രക്തസ്രാവത്തിലായാലും പുരട്ടാം. അയ്യപ്പാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപയോഗം മൂലക്കുരു എന്ന അസുഖത്തിനാണ്. വളരെ ഉപദ്രവകാരിയായുള്ള ഈ അസുഖത്തിന് അയ്യപ്പാന പല വിധത്തിൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഏറ്റവും ഗുണപ്രദമായ രീതി അസുഖമുള്ളവർ അയ്യപ്പാന ഉപയോഗിക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. അയ്യപ്പാനയുടെ തളിരിലകൾ 21 ദിവസം വെറും വയറ്റിൽ ഇലയും നീരും ചവച്ചിറക്കുക. 1-ാം ദിവസം 1 ഇലയും, 2-ാം ദിവസം 2 ഇലയും, 3-ാം ദിവസം 3 ഇലയും, ഇങ്ങനെ 21-ാം ദിവസം 21 ഇലയിൽ അവസാനിപ്പിക്കുക. ഇതിനുശേഷം വീണ്ടും 21 ദിവസം 21 ഇലകൾ വീതം ഓരോ ദിവസവും കഴിക്കുക. ഇത് 7 ഇലകൾ വീതം 3 സെറ്റാക്കി 3 നേരം കഴിക്കാവുന്നതാണ്. പിന്നീടുള്ള 21 ദിവസത്തോടെ ഈ കോഴ്സ് നമുക്ക് പൂർത്തിയാക്കാം. ഇത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ചെയ്യുക. ആദ്യത്തെ ദിവസം 21 ഇല, രണ്ടാമത്തെ ദിവസം 20 ഇല, മൂന്നാമത്തെ ദിവസം 19 ഇല, ഇങ്ങനെ 21-ാം ദിവസം 1 ഇലയിൽ അവസാനിപ്പിക്കാം.
ഇങ്ങനെ അസുഖമുള്ളവർ ചെയ്താൽ പൈൽസ് എന്ന രോഗം പൂർണ്ണമായും സുഖപ്പെടുന്നതാണ്. അതുപോലെ തന്നെ അയ്യപ്പാനയുടെ ഇലയും തണ്ടുമെല്ലാം ചേർത്ത് എണ്ണ കാച്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൊറി, ചിരങ്ങ്, വട്ടച്ചൊറി, കരപ്പന, കൊയ്നകം തുടങ്ങിയ ത്വക്ക് സംബന്ധമായ അസുഖങ്ങൾക്ക് പരിഹാരമുണ്ടാവുന്നതാണ്. ഈ എണ്ണ തേച്ച് കഴിഞ്ഞാൽ താരൻ, മുടി കൊഴിച്ചിൽ എന്നിവയും ശമിക്കുന്നതാണ്. അയ്യപ്പാനയുടെ 3-4 ഇലകൾ കൈവെള്ളയിൽ നിരടിയിട്ട് അത് ബോധക്ഷയം വന്നവനെ മണപ്പിച്ച് കഴിഞ്ഞാൽ അബോധാവസ്ഥയിൽ നിന്നും ബോധാവസ്ഥയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ഒട്ടനവധി അത്ഭുത സസ്യങ്ങളുടെ ഉപയോഗങ്ങളും ഗുണങ്ങളുമായി വീണ്ടും കാണാം അടുത്തൊരു വീഡിയോയുമായി. താങ്ക് യു സോ മച്ച്.